എന്തെങ്കിലും സംഭവിച്ചാൽ താൻ സമാധാനം പറയേണ്ടി വരും. നീ ഇവിടെ ഉണ്ടാവണം. ഹരിയേട്ടാ, ഇന്നു മുതലാണ് നമ്മുടെ ഈ അരവെട്ടി അമ്പലത്തിൽ കാര്യങ്ങളൊക്കെ എങ്ങനെയായത്? 7 കൊല്ലം മുന്നേ എങ്ങനെയായിരുന്നില്ലല്ലോ ഉത്സവം നടത്തിയിരുന്നത്. ഇതൊക്കെ ആരാ മാറ്റണം? ഇതൊന്നും കൈകെട്ടി നോക്കിക്കാൻ നമുക്ക് പറ്റില്ല. അനൂപേ, ഒരു മിനിറ്റ്. ലക്ഷ്മേട്ടാ, ഞാൻ വിളിക്കാം. അനൂപേ, ലക്ഷ്മേട്ടാ, ഞാൻ വിളിക്കാം. അനൂപേ, ഇത് ആചാരങ്ങളുടെ കാര്യമാണ്. ക്ഷേത്രത്തിലെ നൃത്തോത്സവത്തിന്റെ ഭാഗമായി അന്യമതക്കാരിയായ ഒരു പെൺകുട്ടി ക്ഷേത്രത്തിൽ മോഹിനിയാട്ടം കളിക്കുന്ന ആചാരപരമായിട്ട് തെറ്റാണ്. അതാണ് വിശ്വാസികളുടെ വികാരം. ഇതാ കുഴപ്പം. എന്തെങ്കിലും പറയാറിങ്ങോ മൊബൈലിനകത്തോട് നോക്കിക്കൊണ്ടിരിക്കും. എന്ത് പ്രശ്നം? പോകാൻ പറ. ഹരിയത് പറയരുത്. കലാമണ്ഡലം ഹൈദരാലിയുടെ കഥകളിയും ഇബ്രാഹിം വേങ്ങരയുടെ നാടകവും നടന്നിട്ടുള്ള അമ്പലമാണിത്. പിന്നല്ലാണ്ട് മാർക്കോസിനെ കൊണ്ടുവന്ന് എത്ര തവണ പാടിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അയാളുടെ പാട്ടിനെ കുറിച്ചല്ലാണ്ട് ജാതിനെ കുറിച്ച് ആരും ചോദിച്ചിട്ടില്ല. ഇവിടെ സംഭാവന തരുന്നതിൽ അധികവും അന്യമതസ്ഥരാണ്. കാണാൻ വരുന്നത് പല മതക്കാരുമാണ്. അപ്പൊ ഇതൊരു ശരിയായ പരിപാടിയല്ല. ഇതിവിടെ അരവട്ടി അമ്പലത്തിൽ നടക്കില്ല. നടത്തി കാണിച്ചു തരാടാ. ഇവളെ ഈ അമ്പലത്തിൽ അടിക്കൂല. അതിനെ അരിയേട്ടനൊന്നും കൂടി നോക്കാൻ വന്നിരിക്കുന്നു. പൊന്നംകുളത്തോട്ടൊക്കെ പോവാം. മതിലേരി വഴി പോകണം. 200 രൂപയാവും. എന്നാ കയറ്. പൊന്നംകുളത്തോടെ പോലീസ് സ്റ്റേഷൻ. സാറേ, ട്രാൻസ്ഫർ ചെയ്യുന്ന ഓ ഉള്ള എന്നാ മതി. സാറിനോടൊക്കെ എന്താ പറയാനാ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? മതി. ഇതിൽ കുറവുള്ളത് ഇനി വരുന്നുണ്ടെങ്കിൽ ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഹലോ, പൊന്നംകുളം പോലീസ് സ്റ്റേഷൻ. ഇല്ലില്ല, രാജേന്ദ്രൻ പറഞ്ഞ കാര്യമൊക്കെ ശരിയാ. പഞ്ചായത്തിൽ ഞാനടക്കം 2 മെമ്പർമാരെ ഞങ്ങൾക്കുള്ളൂ. പക്ഷെ ഡൽഹിയിൽ ഞങ്ങളാണെന്നുള്ള ആരും സെക്രട്ടറി മറക്കരുത്. ജനപ്രതികളെ വിലക്കെടുത്ത് മറുകണ്ഠം ചാടിക്കുന്നത് ഞങ്ങൾക്കൊരു പുത്രിയില്ലെന്ന് ഓർത്തോണം. ഈ ഞാൻ ഉൾപ്പെടെ അങ്ങനെ തന്നെ പോയതാ. സംശയമുണ്ടോ? ഞാനിവിടെ സ്റ്റേഷനിലൊരു പോലീസുകാരുടെ ബർത്ത്ഡേ പരിപാടിയായിട്ട് നിൽക്കുക. വിളിക്കാം. സാറേ. എന്തോ? സാറെ കാണാൻ. എന്നെയോ? എന്താ പ്രശ്നം? അല്ല, ഇൻസ്പെക്ടർ സാറിനെ ഒരു പരാതി പറയാൻ. അയ്യോ, ഇവിടെ ഒരു മംഗളകാര്യം നടക്കുമ്പോഴാണ് ഇൻസ്പെക്ടറെ കാണുന്നത്. അവിടെ നീങ്ങിക്കണോളൂ. എന്തുവാടോ മെമ്പർ ജെപിയിൽ നിന്ന് കറങ്ങുന്നത്? അതാ CPO കാവേരിയുടെ ബർത്ത്ഡേക്ക് കേക്ക് കൊണ്ടുവന്നാ. ഓ, മോളെ എൻ്റെ കോപ്പി ഒന്ന് എടുത്ത് വെച്ചാലേ. ഹലോ, ഇതാരാ? ഞാൻ സ്റ്റേഷനിലൊരു ചെറിയൊരു കേസ് ഉണ്ടായിരുന്നു. അങ്ങോട്ട് വന്നു. ഞാൻ ബ്രോക്കറാ വിളിക്കാം. JP, എന്നാ വേണേ? എൻ്റെ ഈ ട്രാൻസ്ഫറിൻ്റെ കാര്യം ഒന്ന് ക്ലിയർ ആക്കണം. ഇവിടെ ഈ മാവോസിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് ആകെ ടെൻഷനാണ്. അതൊന്നും കുഴപ്പമില്ല, ആക്കി ശരിയാക്കാം. ഇത് കുറേ നാളായി ശരിയാക്കി തരാമെന്ന് പറയുന്നത്. അല്ല, കുറേ നാളായെന്ന് പറഞ്ഞിട്ട് അവരുടെ പൂക്കൊന്നും മെസ്സേജാൻ പറ്റൂ. ഇതൊക്കെ ഇവിടെ നിന്ന് മേടിച്ചോണ്ട് പോയി സെക്രട്ടേറിയറ്റ് പോയി ഓർഡറൊക്കെ മേടിച്ചോണ്ട് പ്രൊമോഷൻ ട്രാൻസ്ഫർ അല്ലേ? അയ്യോ, പ്രൊമോഷൻ ട്രാൻസ്ഫർ വേണ്ട. പിന്നെ ട്രാൻസ്ഫർ മതി. ട്രാൻസ്ഫർ മതിയായിരുന്നു. അത് നേരത്തെ പറയണ്ടായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ കേട്ടോ. എന്തായാലും അനീഷിന്റെ പേര് മനസ്സിൽ കൊത്തി വെച്ചിരിക്കുക. അനീഷ് അല്ല, ബിനീഷ്. ബിനീഷായിരുന്നു. ഞാൻ അനീഷിനെ വിളിച്ചോളൂ. നക്ഷത്രത്തിന്റെ മോന കുത്തി കയറി. സെപ്റ്റിക് ആയിരുന്നാൽ മതിയായിരുന്നു. മൊത്തത്തിൽ തുരുമ്പാ. എസ് ഐ സാറേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സാറിന്റെ ബർത്ത്ഡേക്ക് ഞാൻ കേക്കോട്ട് വരായിരുന്നേ. എൻ്റെ ഭാര്യ സലോമിക്ക് ചെറിയ അസുഖമായിട്ടിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഒന്നും വിചാരിച്ചേക്കരുത്. ശരി. അല്ല,
നിങ്ങൾ രണ്ട് മതത്തിൽപ്പെട്ട ആൾക്കാർ കല്യാണം കഴിച്ച നിന്നതുള്ള ടീമുകളാണല്ലോ. എന്നിട്ട് താൻ കല്യാണം കഴിച്ചത് സലോമിയെ. കൊള്ളാം. അയ്യോ മാഡം തെറ്റിദ്ധരിച്ചിരിക്കുക. കറുവാപ്പസ് കുഴപ്പമില്ല, ഈ ലൗകികതാണ് പ്രോബ്ലം. അതാ മാഡം എൻ്റെ ഒരു- ആ മാം ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ആ ഞാൻ വരാം. ഇപ്പൊ ഭക്ഷണം കഴിച്ചോളൂ. നോക്കാം. കാവേരി സാറേ, ഈ പിറന്നാളൊക്കെ ആയിട്ട് യൂണിഫോം മാറ്റിയിട്ടുള്ള സെറ്റ് സാരിയോ ചുരിദാറോ ഒക്കെ ആക്കായിരുന്നു. ഒന്ന് പോ ജേപ്പി. മാഡം ഞാൻ പോരാ. സാർ ഇൻസ്പെക്ടർ ഒന്ന് കാണാൻ. എസ് ഐ ഇച്ചിരി തിരക്കില്ല. CSRനെ കാണാനാണെങ്കിൽ സാറ് വീട്ടിൽ പോയിരിക്കുക, തിരിച്ചെത്തിയിട്ടില്ല. വെയിറ്റ് ചെയ്യൂ. സാറേ, അയാൾ ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല. കൊച്ചെ, ഞങ്ങൾ അന്വേഷിച്ചു. ഈ ഗാർഹിക അക്രമം തടയാനുള്ള ഉഗ്ര നിയമമാണ് 498A. അതിൽ ഉടായ്പ കേസ് ഏതാ ജെനുവിൻ ഏതാ എന്ന് പോലീസിന് എളുപ്പം മനസ്സിലാവും. സാറേ എനിക്ക് സാറ് സംസാരിക്കല്ലേ, മാറി. നീ ആ കൊടുത്തിരിക്കുന്ന ഡിവോഴ്സ് എളുപ്പം കിട്ടാനും അതുവഴി നിന്റെ പഴയ ആളെ കെട്ടാനുമല്ലേ. നീ അതിനൊരു കാര്യം ചെയ്യും. നിന്റെ ഡിവോഴ്സ് ഞാനങ്ങ് സെറ്റിൽ ചെയ്തെന്നാ പോരെ. അതിനാ പാവം പോറ്റിപ്പയ്യനെ കള്ളക്കേസിട്ട് ജാമ്യം കിട്ടാതെ അകത്തിടണമെന്ന് നിനക്കെന്താ എത്ര നിർബന്ധം? നീ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കേ. സാറേ, എന്റെ വണ്ടി ഇതുവരെയായിട്ട് SI സാർ വിട്ടെന്നിട്ടില്ല. അവിടേക്ക് പറയാം. 10 ക്രിമിനൽ കേസ് എടുത്തല്ലോ, 5 രൂപമാരുണ്ട്. അത് ശരി. ആഹാ, എന്നാ മുറിക്കാം. സർക്കിൾ സാറേ, എല്ലാ കാര്യങ്ങളും സെറ്റല്ലേ? താൻ ഫുൾ ടൈം സ്റ്റേഷനിലാണല്ലോ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ സാറേ? ഒരു മംഗളകാര്യം നടക്കുമല്ലേ? ഇതിന്റെ ഭാര്യ സലോമിയുടെ കേക്കാ റെഡ് വെൽവെറ്റ്. ഇതൊക്കെ തിന്നാൻ കൊള്ളാവുന്ന സാധനാ. എവിടെ ബർത്ത്ഡേ? മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. എല്ലാവരും കേക്ക് കട്ടിക്കാം. ബാണീഷ് എവിടെ? കേക്ക് മുറിക്കാൻ പോവാ. എല്ലാവരെയും വിളിക്കാം. ഒന്ന് മാറിക്കേ. വയറാടോ. അതാ മാറ്റാൻ പറഞ്ഞ. കാവേരി സാറേ, ഇനിയെങ്കിലും അധികാരത്തൊപ്പി എടുത്ത് താഴെ വെക്കേ. ഇനി ബർത്ത്ഡേ തൊപ്പി അവിടെ വെച്ച് അടിപൊളി. ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കരുത്. ഫേസ്ബുക്കിലൊക്കെ വന്ന വലിയ പ്രശ്നമാണ്. ഒരു കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ മാറ്റി കളഞ്ഞാൽ. ഇല്ല, എടുത്തിട്ടില്ല. അപ്പോഴേ കട്ടി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ നമ്മുടെ ബർത്ത്ഡേ ഒരുത്തനെ കണ്ടില്ല, നിന്ന് ഒലിപ്പിക്കുന്ന കണ്ടില്ല. മാഡം സീനിയർ ആയില്ലേ? അത് ജൂനിയർ. എന്താണോ ഇത്? ഇത് റെഡ് വെൽവെറ്റ് കേക്ക്. എന്റെ ഭാര്യ സലോമി ഉണ്ടാക്കിയതാ. സാറിനൊരു കഷ്ണം വേണമെങ്കിൽ. അതല്ല, എന്ത് കോപ്പാ ഇവിടെ നടക്കുന്നെന്ന് താനാരാ? ഞാൻ ഈ പരിവാർ. ഇയാൾ ഇവിടുത്തെ മെമ്പറാ. ഡിപ്പാർട്ട്മെന്റും ഒക്കെ ആയിട്ട് നല്ല ബന്ധത്തിലാണ്. അതുകൊണ്ടാ ഈ പോലീസുകാരും പൊതുജനത്തിന്റെ ഇടയ്ക്കൊരു പാലമായിട്ട് സത്യമായിട്ട് ഞാൻ പാവാ സാറേ. ഒരു സ്റ്റേഷൻ ഇങ്ങനെയാണോ ഡിസിപ്ലിൻ ആവേണ്ടത്? മാഡം താനിങ്ങ് വന്നേ. താനെങ്ങോട്ടായി കുത്തിക്കറി പോണേ? അങ്ങോട്ട് മാറിക്കിടും. ഞാൻ നേരത്തെ പറഞ്ഞ മാറിയിക്കാറില്ല. അല്ല, അവരെന്താ ചൂടാവണം? അവർക്ക് ഇച്ചിരി കേക്കും കിടത്ത് തിന്നാ പോലും. മിണ്ടാതിരി. ഇരിക്കടോ. താൻ ഇവിടെ ഉണ്ടാകുമെന്ന് അറിയാൻ വേണ്ടി തന്നെയാ ഞാൻ ഇൻഫോം ചെയ്യാതെ വന്നത്. മനുഷ്യനിവിടെ അണ്ണാക്കി പിരിവെട്ടി നിൽക്കുമ്പോ താൻ ഇവിടെ അണ്ണാക്കി കേക്ക് തിരികെ കളിക്കുവാ? അല്ല മാഡം, ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. താൻ എനിക്കിട്ടാക്കരുത് കേട്ടോ, പണി ഞാൻ പൊതിഞ്ഞു തരും. ഗോഡ് പ്രോമിസ്. ഞാൻ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മാഡം. ഇതിന്റെ തിരക്ക് കാരണം ഞാൻ ഉണ്ണാൻ പോലും പോകാറില്ല. സത്യം സാറേ, ജയേന്ദ്ര സാർ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാ. ഇറങ്ങി പോടോ വെളിയില്. ശരി സാറേ. തനിക്ക് 3 നേരം വീട്ടിൽ തന്നെ ഇരുന്ന് ഉണ്ണാനുള്ള സെറ്റപ്പ് ഞാൻ ഉണ്ടാക്കി തരാം. എടോ, ഇരുളൂർ വനമേഖലയിൽ മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞ് പോലീസ് നടത്തിയ വെടിവെപ്പിൽ ഒരു സിവിലിയൻ തട്ടിപ്പോയത് പോട്ടെ, ഒരു കയ്യബദ്ധം. പക്ഷെ ആഴ്ച 2 കഴിഞ്ഞിട്ടും അതിനകത്തൊരു ലീഡ് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുള്ളത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. ഈ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത് അണ്ടികളിയാന്നാണോ തന്റെയൊക്കെ വിചാരം? താനൊക്കെ പറയുന്നത് കേട്ടിട്ടാ സത്യവാങ്മൂലം കൊടുത്തത്. സത്യവാങ്മൂലം സാധൂകരിക്കുന്ന എവിഡൻസ് അന്ന് കോടതി ഹാജരാക്കിയില്ലെങ്കിൽ കോടതി IGയെ വലിച്ചു കീറി ചോരലൊട്ടിക്കും. ഒന്നാമതേ അങ്ങേരുടെ സ്വഭാവം അറിയാലോ. അറിയാം മാഡം. കോപ്പറിയാം. 9-ാം തീയതി IG കോടതി കൂട്ടി കയറി നിൽക്കുമ്പോൾ പോലീസിന്റെ ആർഗ്യുമെന്റ്സ് പ്രൂവ് ചെയ്യുന്ന എവിഡൻസ് ഉണ്ടായിരിക്കണം നമ്മുടെ കയ്യിൽ. ഷുവർ മാഡം.
ആ ന്യൂസ് ചാനൽ റിപ്പോർട്ടർ സഞ്ജന ശർമ്മയുണ്ടല്ലോ, അവൾ ഉടുമ്പ് പിടിച്ചേക്കുന്ന പോലെ പിടിച്ചേക്കോ ഈ കേസിൽ. സഞ്ജന ശർമ്മയെ ആള് ടെററാ. വേണേ പണിയെടുത്തോ, അത് പറയാനാ ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നത്. എന്നാ ഞാൻ ഇറങ്ങുന്നു. ഓക്കെ മാഡം. ആ പിന്നെ സ്റ്റേഷൻ എപ്പോഴും വെൽ ഡിസിപ്ലിൻഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ശരി മാഡം. ജയേന്ദ്ര പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. SP വന്നിട്ട് ഷോ കാണിച്ചിട്ട് അങ്ങ് പോയാൽ മതി. അന്വേഷിക്കാതെ നമുക്ക് ആരെങ്കിലും പിടിച്ച് പ്രതിയാക്കാൻ പറ്റുമോ? നമുക്കേ ആ ഫോറസ്റ്റിന്റെ ക്വാർട്ടേഴ്സ് വരെ ഒന്ന് പോവാം. ഇനി തെളിവില്ലാന്നും പറഞ്ഞ IG കോടതി ഉള്ളുണ്ട്. റോസലിനെ ആ കോളനിയിലെ ചെക്കൻ്റെ ബൈക്കിന്റെ ഇഷ്യൂ ഒന്ന് ഡീൽ ചെയ്തേക്കണേ. ഞാൻ റേഞ്ച് ഓഫീസറെ കണ്ടുവരാം. സാർ എൻ്റെ ബൈക്ക് നീ ആ SIയുടെ തന്തയ്ക്ക് വിളിച്ചായിരുന്നോടാ? ചെറുതായിട്ട്. എന്നാ ചെറുതായിട്ട് അവിടെ നിൽക്കും കേട്ടാ. എങ്ങോട്ടേ തള്ളി തള്ളി വരുന്നത്? കാറ് പോയിട്ട് തിരിച്ചു വരും. അവിടെ നിൽക്കും. എടാ നിനക്കവരെ അറിയാഞ്ഞിട്ടാ, അവര് ദീപ്തി IPS ആടാ. അപ്പം വന്നിട്ടുണ്ട്. ബൈക്ക് കിട്ടുമായിരിക്കും. ഇയാളുടെ മോനെ കള്ളു കുടിച്ച് പേപ്പറില്ലാതെ വണ്ടി ഓടിച്ച് ലാസ്റ്റ് തടഞ്ഞു നിർത്തിയ പോലീസുകാരുടെ തന്തയ്ക്കും വിളിച്ചു. തന്തയ്ക്ക് പറക്കാത്തവൻ. അവനോട് പറഞ്ഞേ, അവന്റെ പല്ലടിച്ച് ഞാൻ താഴെ ഇടുന്നു. അവന്റെ സ്വഭാവം നിർത്ത്. ഇതിപ്പോ മെമ്പർ ഇടപെട്ടോണ്ട. മേലിൽ തന്റെ മോനെ കൺമുന്നിൽ കണ്ടുപോയാ അടിച്ചവന്റെ എല്ല് ഞാൻ വെള്ളാക്കും. കേട്ടോ? ഇനി ആവർത്തിക്കില്ല സാറ്. എഴുതി ഒപ്പിട്ട് കൊടുത്ത് കൊണ്ടുപോയിക്കോ. എഴുതി ഒപ്പിടോ? വളരെ ഉപകാരം വേണം. ആടോ അതെ, ആ പെണ്ണുമ്പിള്ളേക്കൊരു മുരട്ട് സ്വഭാവ. എന്ത് പറഞ്ഞാലും മനസ്സിലായില്ല. എന്നാ കൂവാന്ന് താൻ അറിഞ്ഞിട്ടേ കൂവാന്ന് നോക്കിയാൽ പോയി ഒപ്പിടോ. എന്ത് പറഞ്ഞാലും ചുമ്മാ കൂവാന്ന് പറയുന്നത്. എന്താ പരാതി പറയാൻ വേണ്ടിട്ട്? പരാതി പറയാനല്ലാതെ പഞ്ചവാദ്യം കൊട്ടാൻ ആരും സ്റ്റേഷനിൽ വരാറില്ലല്ലോ. നിന്ന് താളം ചവിട്ടാതെ കാര്യം പറയടോ. SI സാറിനൊന്ന് കാണാൻ. ഞാനാ SI. എന്താ? അല്ല, വേറൊരു ആൺ സാറില്ലേ, ആ സാറിനോട് പറയാ. ഇവിടെ SI ആയിട്ട് ആൺ സാർ ആരും ഇല്ലല്ലോ. ആകെയുള്ളത് ഓ ഓ ഓ ഓ സർക്കിള്. അത് ശരി. അപ്പൊ താൻ സർക്കിളിന്റെ അടുത്ത് മാത്രമേ പരാതി ഉണ്ടാക്കത്തുള്ളൂ അല്ലേടാ? അയ്യോ, അങ്ങനെയല്ല ഞാൻ. കേട്ടടോ, ഈ സാറ് സർക്കിളിന്റെ അടുത്ത് മാത്രമേ പരാതി പറയത്തുള്ളൂന്ന്. എന്നാ ചെല്ല്, താൻ പോയി സർക്കിളിന്റെ അടുത്ത് ഉണ്ടാക്കിയാ മതി. ഇറങ്ങടോ. വേണ്ടേ എല്ലാരോടും ഒരൊറ്റ കുഞ്ഞു പോലും ഇയാളുടെ പരാതി കേട്ടു പോകരുത്. സർക്കിൾ വന്നിട്ടേ മടിയിലിരുത്തി പരാതി കേൾക്കും. ചെല്ല്, ഇറങ്ങി പുറത്തേക്കടാ. ഇങ്ങനെയൊക്കെ പറയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? സാറ് വരും, അവിടെ ഇരുന്നു. ടീ കിട്ടിയില്ലേ താപ്പാ? ആരാടാ? എന്താപ്പാ ഇത്? SIയുടെ തന്തയ്ക്ക് വിളിച്ചേനെ. ഇത് SIനെ കൊണ്ട് എൻ്റെ തന്തയ്ക്ക് വിളിപ്പിച്ചേനെ. ഞാൻ അടിക്കാൻ വെച്ച വാറ്റെടുത്തടിച്ചതിന് വീട്ടിൽ ചെന്നിട്ട് വാട്ടാ വണ്ടി എടുക്കടാ. സാറേ നാളെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ ചെല്ലാന്ന് വാക്ക് പറയണ്ടായിരുന്നു. ആ റോഡ് വീതി കിട്ടലിന്റെ ഹിയറിംഗിലല്ല. അതിനാ റോസലിനെ വിട്ടാ പോരെ. മാത്രമല്ല SP വിളിച്ച് അവരുടെ അടുത്ത് കാര്യം പറഞ്ഞിരിക്കുക. പരാതി നല്ല തിരക്കുള്ള ദിവസം എഴുതിയിട്ടില്ല. ഓ, എന്നാ വഴക്കാണോ ഇത്? ഇയാളുടെ പരാതി എഴുതി മേടിക്കാൻ ഇവിടെ ആരും ഇല്ലേ? സാർ നേരിട്ട് പറയണം. ഓ കാവേരി, ഇയാളുടെ പരാതി ഒന്ന് എഴുതി. ചെല്ലടൂ. അപ്പൊ സാറേ നാളെ പോയ പോരെ? സാറേ എങ്ങോട്ട് പോകുന്ന കാര്യം? ഓ ചുമ്മാ ഒരു കുരിശെടുത്ത് തല വെക്കാനാ. സർക്കിൾ ഇൻസ്പെക്ടർ
മുഴുവൻ പേരെന്താ? ലക്ഷ്മണൻ കാടി. ലക്ഷ്മണൻ കാടി. വയസ്സ്? 49. പരാതി പറ. എൻ്റെ 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 എഴുതി ബാക്കി പറ. എന്താ പരാതി എഴുതണ്ടേ? ഞാൻ എഴുതിക്കോളാം. റോസിലിനെ എനിക്ക് നാളെ അത്യാവശ്യമായിട്ട് റേഞ്ച് ഓഫീസിൽ പോയേ പറ്റൂ. താനൊരു കാര്യം ചെയ്യും, ആ റോഡ് കമ്മിറ്റി മുമ്പായി ജസ്റ്റ് ഒന്ന് തല കാണിച്ചിട്ട് താൻ വിട്ടോ. വേറെ വഴിയിലിടോ. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ജോലി സ്ഥലത്ത് വലിയ ചോയ്സ് ഒന്നും ഇല്ലല്ലോ.